പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. ചുറ്റും നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മഞ്ഞുപാളികൾ മാത്രം. കപ്പലിനകത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കോ ചൂട് നൽകുന്ന യന്ത്രങ്ങൾക്കോ അവരുടെ മനസ്സിലെ തണുപ്പിനെ അകറ്റാൻ കഴിഞ്ഞില്ല. ഭക്ഷണം തീർന്നു തുടങ്ങിയിരുന്നു. ടിന്നുകളിൽ അടച്ച ഭക്ഷണം അവരെ ചതിച്ചു. അക്കാലത്ത് ടിന്നുകൾ ഈയം ഉപയോഗിച്ചാണ് അടച്ചിരുന്നത്. ആ ഈയം ഭക്ഷണത്തിൽ കലർന്നു. നാവികർക്ക് പതുക്കെ ഈയത്തിന്റെ വിഷബാധയേറ്റു. അതവരുടെ തലച്ചോറിനെ ബാധിച്ചു. അവർക്ക് കാര്യങ്ങൾ ശരിയായി ചിന്തിക്കാൻ കഴിയാതെ വന്നു. അതോടൊപ്പം സ്കർവി എന്ന രോഗവും അവരെ പിടികൂടി. 1847 സംഘത്തിന്റെ നായകനായ സർ ജോൺ ഫ്രാങ്ക്ലിൻ മരിച്ചു. അതോടെ അവരുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ക്യാപ്റ്റൻ ക്രോസിയർ എന്നയാൾ നേതൃത്വം ഏറ്റെടുത്തു. പക്ഷേ എന്തു ചെയ്യാൻ? അവർക്ക് മുന്നിൽ വഴികളുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് കിങ് വില്യം ദ്വീപിൽ നിന്ന് കണ്ടെടുത്ത ഒരു കുറിപ്പ് അന്നത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. വിക്ടറി പോയിന്റ് നോട്ട് എന്നറിയപ്പെടുന്ന കുറിപ്പിൽ 1848 ഏപ്രിൽ മാസത്തിൽ കപ്പലുകൾ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചുവെന്ന് എഴുതിയിട്ടുണ്ട്. 105 പേർ അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. കാനഡയുടെ പ്രധാന കരയിലേക്ക് 100 കണക്കിന് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ബാക്സ്ഫിഷ് നദി ലക്ഷ്യമാക്കി നടക്കാൻ അവർ തീരുമാനിച്ചു. അതൊരു യാത്രയായിരുന്നില്ല, അതൊരു മരണത്തിലേക്കുള്ള പലായനമായിരുന്നു. കപ്പലുകളിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ടുപോകാവുന്ന സ്ലെഡ്ജുകളിൽ അവർ അത്യാവശ്യമല്ലാത്ത ഭാരങ്ങൾ വരെ കയറ്റി. വെള്ളിപ്പാത്രങ്ങൾ, പുസ്തകങ്ങൾ, യൂണിഫോമുകൾ. ഒരുപക്ഷെ ആ വിഷബാധ അവരുടെ ചിന്താശേഷി അത്രത്തോളം ബാധിച്ചിരിക്കാം. ആ ഭാരവും വലിച്ച് കൊടും തണുപ്പിൽ ഭക്ഷണമില്ലാതെ രോഗം ബാധിച്ച ശരീരവുമായി അവർ നടന്നു. അവർ ഒന്നൊന്നായി മഞ്ഞിൽ വീണ് മരിച്ചു. വിശപ്പ് സഹിക്കാവയ്യാതെ ആയപ്പോൾ അവർ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പാപം ചെയ്തു. അവർ മരിച്ചു വീണ തങ്ങളുടെ സഹപ്രവർത്തകരുടെ മാംസം ഭക്ഷിക്കാൻ തുടങ്ങി.